ടെക്നിക്കലി എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ഉണ്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ടില്ല അതുവരെ കാണാത്ത ഒരു എഡിറ്റ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടൊക്കെ രണ്ട് വെച്ചിട്ട്. മൂന്ന് കാര്യമുണ്ട്. കണ്ണെഴുതി പൊട്ടുന്നുള്ള പടത്തിൽ ഈ പറഞ്ഞ മാതിരി അന്ന് വരെ നമ്മൾ സിനിമയിൽ ഒരു നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് ആ അതിൻ്റെ ഒരു പോസിറ്റീവ് പ്രിൻ്റ് എടുത്തിട്ടാണ് ഡബ് ചെയ്യുന്നത്. ആ അത് കണ്ണെഴുതി പൊട്ടുന്നോട്ട് പൊളിച്ചു. ഒരു സിനിമ നെഗറ്റീവ് ഡെവലപ്പ് ടെലിസിലി ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ടി വിയിലാണ് ഡബ് ചെയ്യുന്നത്, ഓക്കെ. ടെലിവിഷനിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ടെലിവിഷൻ്റെത് കുഴപ്പമാണ്, ടെക്നോളജി രണ്ടിൻ്റെ ഉണ്ട്. നമ്മളൊന്നുമില്ല, നമ്മുടെ സിനിമ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്, ഫിലിം മറ്റേ ടെലിവിഷൻ മേഖലയാകുമ്പോൾ 25 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് വരുന്നത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വന്നു. പിന്നെ അവിടെ എഡിറ്റിംഗ് മലയാളത്തിലില്ല, എല്ലാം ആ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കും, സിമെൻറ്റ് വെച്ച് ഒട്ടിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ടെക്നോളജി, അത് ശ്രീകർ പ്രസാദ് വന്നു. ഉം. അപ്പോൾ അദ്ദേഹമാണ് അത് എഡിറ്റ് ചെയ്ത്. അങ്ങനെ അന്ന് ആ പടം ഒരു ഭയങ്കര സക്സസ് ആയി. അതിനുശേഷം എല്ലാവരും അവിടേക്ക് മറിയുമ്പോൾ പല ഇവിടെയുള്ള എഡിറ്റേഴ്സിനും വർക്കില്ലാതായിപ്പോയി. കാര്യം ഇതൊരു ടെക്നോളജി പുതിയത് പഠിച്ചേ ഉള്ളൂ. ഒരാൾ അപ്ഗ്രേഡ് ചെയ്യാതെ അപ് ടു ഡേറ്റ് ആവത്തില്ലല്ലോ. അങ്ങനെ ആയവരെല്ലാം പിന്നെ നല്ല എഡിറ്റേഴ്സായി. ഇനി അതും കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവ് എന്നുള്ള സംഭവമേ ഇല്ല, സിനിമയിൽ നിന്നേ പോയി. എല്ലാം കാർഡ് സിസ്റ്റം വന്നു, എല്ലാം വന്നു. അങ്ങനെ മറ്റേ എന്തുമാത്രം ഫിലിമാകും. പിന്നെ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് അടുത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലോസപ്പ് എടുക്കും, ഇനി അടുത്ത ഷോട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. അവരുടെ മനസ്സിൽ ഫുൾ പടം വിത്ത് റീറെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ അതല്ല, ഒന്നും അറിഞ്ഞിടാത്തവർക്ക് പോലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പരിഹാസമായിട്ട് പറയാമല്ലേ, വേറെ ഒന്നുമല്ല. അവർ ഒരെണ്ണം എടുക്കും, എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇട്ട് കാണുകയാണ്, നമുക്ക് മോണിറ്ററിൽ കാണാം. അത് ശരിയായില്ല, ബാക്കിൽ ഒരു ഇല അനങ്ങുന്നുണ്ട്, ഒരാൾ നടന്നുപോയി, പിന്നെ അയാളുടെ അഭിനയം കുറച്ചുകൂടെ നന്നാവണം, നമുക്കൊന്നുകൂടെ എടുക്കാം. മറ്റേ ആണെങ്കിൽ അയ്യോ എത്ര ഈ ഇതിന് തന്നെ 100 അടി പോയി ഫിലിം, അപ്പോൾ തന്നെ മാറി 10,000 രൂപ മറ്റേ മറിച്ച് എന്ന് കണക്കോട് 400 അടി പോയി എന്നൊക്കെ പറയും. ഇപ്പോൾ അതില്ലല്ലോ, ഈ കാർഡ് സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി നമുക്ക് എത്ര ടേക്ക് വേണം എടുക്കാം, നമ്മുടെ സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാം. നമ്മൾ കണ്ട് നമുക്ക് ഓക്കെ ആവുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ആവുന്ന ആംഗിളിൽ വെച്ചെടുക്കാം. അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിപ്പോയി. പിന്നെ അന്നൊക്കെ ആണെങ്കിൽ ഡബ്ബിങ്, അന്നൊക്കെ നമ്മളൊക്കെ വന്ന കാലത്ത് ഒരു ഡയലോഗ്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് നമ്മൾ ആ ചുണ്ട് നോക്കി, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കും. ആ പോസ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നമ്മൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇവിടെ വരരുതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്ടർ കട്ട്, ടേക്ക് 1ഉം ടേക്ക് 7ഉം ഓക്കെ ആണെന്ന് പറയും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരു ടേക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കേട്ട് നോക്കാം, മറ്റേ കേൾക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നിൻ്റെ അടുത്ത് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞത്, ഇത് 3ആയിട്ട് ആണെങ്കിൽ എടുക്കാം, ബിറ്റായിട്ട്. അങ്ങനെ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിപ്പോയി. അക്കരെ നിന്നൊരു മരം എന്നുള്ളൊരു സിനിമ എടുക്കാം. അപ്പൊ അതിനകത്ത് ചായ വരുന്ന ബൈക്ക് കുടിച്ചു എന്നൊക്കെ പറയുന്ന അറബി ആയിട്ട് ശ്രീനിവാസൻ വരുന്ന മുകേഷ് ചേട്ടനും നെടുമുടി ചേട്ടനൊക്കെ ഉള്ള സീൻ, കുറെ ഡയലോഗ്സ് ഉണ്ട് അതിനകത്ത്, കുറെ ആക്ഷൻസ് ഉണ്ട് അതിനകത്ത്, കുറെ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓവർലാപ്പ് ഡയലോഗുകള്, പ്രശ്നങ്ങള് ഒക്കെ ഉള്ള ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സീനാണ്. 3 പേര് ഇരിക്കുകയാണെങ്കിൽ പോലും. ഇത് അന്ന് ഷൂട്ട് ചെയ്യുന്ന മൊത്തം ഫിലിമിലാണ്. അപ്പൊ പക്ഷെ ഇന്ന് നമ്മളത് കാണുമ്പോൾ അതിനകത്തൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഇല്ല, ഒരു വേറെ രീതിയിലുള്ള എറർ ഇല്ല, കറക്റ്റ് ലിപ്സിക് ആണ്. ഇത് ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ അന്ന് ആളുകൾ അത്രയധികം ഡിസിപ്ലിൻഡ് ആണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആണെന്ന് മാത്രമല്ല കുറെ കൂടെ സീരിയസ് ആണ്. ഇതായിരുന്നു ഞാൻ 75-78 കാലഘട്ടത്തിൽ ശശികുമാർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയും, അന്ന് ഫിലിമിൻ്റെ സ്റ്റോക്ക് കിട്ടാനും പാട്. അന്ന് കോത്താരി ആണ് ഇതെല്ലാം വാങ്ങിച്ച് ബ്ലാക്ക് മാർക്കറ്റുമാർ ഒളിച്ചു വെച്ചിട്ട് വില കൂടിയ വിലക്കൊക്കെ വിൽക്കുന്നത്. അപ്പം പുള്ളി പറയും, നമുക്ക് എൻ്റെ അന്ന് പേര് സുധീർ കുമാറാണ്, ഇതൊരു നസീർ സാറോട് ഡയലോഗ് പറഞ്ഞ ഒരു സീനാണ്, ഇതിനകത്ത് 100 അടി ഫിലിമേ ഉള്ളൂ, 9 മണിക്ക് ഇത് തീർന്ന് ഞാൻ ഫിലിമും കിട്ടാനില്ല, ഒന്നുമില്ല. അതുകൊണ്ട് മോനെ ഡയലോഗ് ഒന്ന് കാണാതെ പിടിച്ചേക്കണം. അന്ന് ഡയറക്റ്റ് റെക്കോർഡിങ് കൂടെയാണ്. നമ്മുടെ ഒരു ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ റീടേക്ക് എടുക്കാൻ ഫിലിമില്ല. അത്രയും അദ്ദേഹം പറഞ്ഞപ്പം നമ്മുടെ ഒരു പിടിവള്ളിയും കൂടെ കയ്യിൽ നിന്ന് പോയി. എന്നറിയാം, ഇത്രയും ശശികുമാർ സാർ സംസാരിക്കുന്നത് വെറുതെ, നല്ല മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യൻ, സംസാരിക്കുന്നത് പേടിയാവും. ശരിയായിട്ട് ചെയ്താ നമ്മൾ ചെയ്യാൻ സാറെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും കരുണയുള്ള നല്ല മനുഷ്യനില്ല. അദ്ദേഹം ഈ ശബ്ദത്തിലാണ് വന്നത്, അതുകൊണ്ട് തെറ്റിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡയലോഗ് കാണാതെ പഠിച്ചതിൻ്റെ പകുതി കയ്യിൽ നിന്ന് പോയി. ഞാൻ സാർ എടുക്കാം സാർ, നമ്മളകത്തുനിന്ന് ദൈവത്തിനൊക്കെ പ്രതിമ ശരിയാവാണ് എന്ന്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഡയലോഗ് തെറ്റിയ കാറില്ല, പിന്നെ അതൊന്ന് എത്ര ടേക്ക് എടുക്കാം, ഒരു ചിലവുമില്ല, ഒരു നഷ്ടമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് വന്നു. അന്ന് ഇതിന് നമുക്ക് ഭയങ്കര ഭയഭക്തിയോടുകൂടി ഒരു ഷോട്ട് പോലും വേസ്റ്റ് ആകരുത്. പിന്നെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് വന്നിരുന്ന് തമാശകളും പറഞ്ഞ് സൊറ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഷോട്ട് കട്ട് പറഞ്ഞാൽ 9 വേണ്ടെങ്കിൽ 9 അവരവരുടെ കാരോനിൽ പോയി, എല്ലാവരും അവരുടേതായ ലോകങ്ങളിലേക്ക് പോകും. നമ്മളങ്ങനെയല്ല, ഒറ്റക്കെട്ടായിരുന്നു. ഡബ്ബിങ്ങിന് ഒരാൾ ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി നമ്മളൊക്കെ ചിത്രാഞ്ജലിയിൽ ദീന്തരിടവും അക്കരെ എന്ന് പറയുമ്പോൾ
എൻ്റെത് വരുമ്പോൾ വരട്ടെ, ഞാൻ കിടന്ന് സ്റ്റുഡിയോ വെളിയില്ല കാർപ്പറ്റിൽ കിടന്ന് ഉറങ്ങും എല്ലാവരും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരുപാട് നമുക്ക് അങ്ങ് അഡ്വാൻസ് ആയിട്ട് ഇപ്പം നമ്മൾ പോയില്ലെങ്കിൽ തന്നെ വേറൊരാളിനെ വെച്ച് നമ്മുടെ മുഖമാക്കിയൊക്കെ അങ്ങനെ ചെയ്യാനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇതെല്ലാം കാര്യങ്ങൾ നടക്കുന്നവര്. ഈ മക്കളോട് ഇപ്പോഴും അഭിമാന പുരസ്കാരമാണോ പറയാറ്? പ്രിയദർശൻ അക്ഷയ് കുമാറിനെയും മോഹൻലാലിനെയും വെച്ച് മാത്രമല്ല എന്നെ നായകനാക്കിയിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരാണ് ദീപന്തരികിടത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഈ പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് പുള്ളി അഭിനയിച്ച പടങ്ങളിലെ ഹീറോകളുടെ പേരുണ്ട്, അതിൽ എൻ്റെ പേരുണ്ട്, മണിയമ്പിള രാജുണ്ട്. പിന്നെ പ്രിയദർശനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത പേരുടെ ലിസ്റ്റുണ്ട്, അതിൽ ഞാൻ പ്രിയദർശനെ വെച്ചിട്ട് അന്ന് ചെയ്തില്ലേ ഹലോ മീഡിയ റോങ് നമ്പർ, അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അത് കേട്ടത് ഇതെൻ്റെ സിനിമയിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ പറയണല്ലോ ഇത് എൻ്റെ 50-ാം വർഷമാണ്. 1975 1970 ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടത്തിലൂടെയാണ് വന്നത്. അപ്പോൾ 2025 ആയപ്പോൾ 50 വർഷമായി. 50 വർഷങ്ങൾ. ഞാൻ ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ട് ആഘോഷങ്ങളൊന്നും ഇല്ല ഒന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും വിളിച്ചിട്ട് പാർട്ടിയൊക്കെ തന്നെ വെച്ചാണ്. അപ്പം അതിർത്തിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നതല്ലേ, അപ്പം നമ്മൾ ആഘോഷമൊന്നും പാടില്ല. ഇപ്പോൾ പിന്നെ സന്തോഷമായി, നമ്മളെല്ലാം ഒത്തുതീർപ്പായി റെഡിയായില്ല. സ്ഥിരം കലാപമണി ഭാവങ്ങളൊന്നുമില്ലാത്തൊരു പടം കൂടിയാ അത്. എന്നാൽ നമുക്ക് ഭയങ്കര പേടിയുണ്ട്. നടേശൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ നടേശൻ മുതലാളി ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡാണ്, ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടിയ റോളാണ്. അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാം. സ്ഥിരം കലാഭവൻ അദ്ദേഹം വില്ലനായിട്ട് ചെയ്യുന്ന മറ്റു സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ അതൊന്നും അല്ലാതെയും വില്ലത്തരം ചെയ്യാം, വേറൊരു രീതിയിൽ കലാഭവൻ അവതരിപ്പിക്കാം. ഞാൻ അതിനേക്കാളും സംബന്ധിച്ച് വേറൊരു വേഷം വന്നപ്പോൾ ഞാൻ മണിയാണ് ആപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാസ്റ്റ് ചെയ്തതാണ്. സന്തോഷ് ശിവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 2 കാസ്റ്റിങ്ങാണ്. സന്തോഷ് ശിവനെ കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പേ കാസ്റ്റ് ചെയ്താണ് ഞാൻ മനോജ് കെ ജാൻ ആച്ചി ആ റോള് ചെയ്യുന്നത്, ദിഗംബരൻ്റെ വേഷം. അതുപോലെ അതിനകത്ത് ബ്ലൈൻഡായിട്ട് കലാഭവൻ മണി ചെയ്ത് വേറൊരു വലിയ സംഭവം മണി ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് വില്ലൻ ആക്ടർ ആയിട്ടും അവാർഡ് കിട്ടി. ഇതിനകത്ത് മറ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല, ഈ കൊച്ചിൻ കാർണിവല് ഷൂട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ അത് RDX-ലാണ് അതുപോലെ ഒരു സംഭവം വരുന്നത്. പക്ഷെ RDX-ൽ ഇത്രയും വലിയ ഗ്രാൻഡൂർ ഇല്ല, കുറേ ആളുകൾ, അത്രയും വലിയ പപ്പാനിയുടെ അകത്ത് ക്ലൈമാക്സ്. അത് എത്രമാത്രം വന്ന് പൈസ ചെലവ് വന്നിട്ടുണ്ട്, എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഷൂട്ടിങ്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ സുനിൽ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു 2 വർഷം. അദ്ദേഹം തന്നെയാണ് അനന്തഭദ്രത്തിൻ്റെ ആർട്ട് ഡയറക്ടർ. അതിന് സ്റ്റേറ്റ് അവാർഡായിരുന്നു ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ ഇതും പുള്ളിയെ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ അപ്പാനി ഉണ്ടാക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപയായിട്ടുണ്ട്. കാര്യം കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ കയറണം, ഫൈറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ലാസ്റ്റ് അപ്പോൾ ഇരുമ്പിലാണ് അകത്ത് ചെയ്തിരിക്കുന്നത്, പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴൊന്നും അല്ല അതിൻ്റെ ടെൻഷൻ എടുത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സെൻസറിങ് ഉണ്ടെന്നപ്പോഴത്തേക്ക് അവരൊന്നും സെൻസർ ചെയ്യാൻ പറ്റില്ല. എന്താണ് അങ്ങനെ കത്തിക്കാൻ പാടില്ല, അപ്പാനി കത്തിക്കാൻ പാടില്ല. അത് അവസാനം ഒരു പ്രത്യേക മതക്കാരൊന്ന് വഴക്കുണ്ടാകും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ. ഇത് അത് ദൈവമായിട്ടല്ല അങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മട്ടാഞ്ചേരിയിലുള്ള ആഘോഷമാണ്. പിന്നെ നമ്മൾ റെഫറൻസ് വേൾഡിൽ ഇന്ന സ്ഥലത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്നത്തെ സെൻസർ ഓഫീസിന് ഭയങ്കര പേടി. ശരി, അങ്ങനെ ബാധിക്കുന്നവരില്ലേ. അങ്ങേരെ അവസാനം നിവർത്തി ഞാൻ സാർ ഇത് ഇനി പടം റിലീസ് ചെയ്യാൻ കുറച്ച് ദിവസം, ഈ ഒരൊറ്റ കാരണം പറഞ്ഞാൽ റീഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഇതില്ലാതെ ആ പടത്തിന് ക്ലൈമാക്സും ഇല്ല. അത് സാർ എങ്ങനെയും സെൻസർ ചെയ്തിട്ടില്ല, നമ്മൾ എന്തുവേണം എഴുതി തരണം. അങ്ങനെ അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞ മാതിരി മട്ടാഞ്ചേരി CI വിളിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഉണ്ട് സാർ, എല്ലാ വർഷവും ഇവിടെ ഉണ്ട്, ഇതുപോലെ അപ്പാനിയെ കത്തിക്കുന്നുണ്ട്, അതൊരു ചടങ്ങാണ്, മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇവിടെ അത് ചെയ്യാറുണ്ട്, കൊച്ചിയിൽ മാത്രമേ അത് നടക്കാറുള്ളൂ, അത് നടണം. അങ്ങനെയാണ്. എന്നാലും എൻ്റെ ഒന്ന് എഴുതി വെച്ചു, ഇതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കോംപ്ലിക്കേഷൻസോ ഒക്കെ പറഞ്ഞാൽ ഞാൻ ഉത്തരവാദി രാജുവായിരിക്കുന്നത്, ഞാൻ മുന്നേ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടാണ് അത് ഒന്ന് സെൻസർ ചെയ്തിട്ടുണ്ട്. ഈ വെള്ളനകളുടെ നാട്ടിൽ മറ്റേ ഈ തിക്കുറിശി ചേട്ടൻ ലാലേട്ടനോട് പറയുന്നില്ലേ, നീ എങ്ങോട്ടെ ഈ വടിയും ജുബിയൊക്കെ ഇട്ടിട്ട്? അങ്ങനെയല്ല, അത് പറയുന്നത് ഇതാണ്, കാലത്തെ എങ്ങോട്ടാ അവൻ്റെ കൂറിയും വാടിയും ബാഗും കണ്ട ഒരു കണിയാൻ്റെ കൂട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വിഷയമായിരുന്നു. അത് സെൻസർ ബോർഡിൽ ചെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേക ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യത്തിനും ഇഷ്യൂസ് ഉണ്ട്, കണിയാൻ എന്നുള്ളൊരു കാസ്റ്റ് ഒന്നും പറയാൻ പാടില്ല, അത് പിന്നെ മാറ്റി പറഞ്ഞു. അത് ചെയ്തിട്ടുണ്ട് സംഭവം. അല്ല, അത് മാറ്റിയില്ല. അതും സെൻസർ ഓഫീസർ ഞാൻ കണിയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്നതാണ്. പൂജാരി എന്ന് പറഞ്ഞാലും കണിയാൻ എന്ന് പറയുന്നത് അവരാണ് നോക്കുന്ന പ്രശ്നങ്ങൾ. അത് എൻ്റെ നിന്ന് എഴുതി വാങ്ങിച്ചു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോക്കിക്കൊള്ളാം, ഞാൻ ഏറ്റിട്ട് അങ്ങനെ എഴുതി കൊടുക്കും. ഞാൻ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനും മറ്റ് ലൊക്കേഷൻ നോക്കുന്നത് എപ്പോഴും ആസ് യൂഷ്വൽ ലൊക്കേഷനിൽ നിൽക്കും, ഡബിങ്ങിനും എല്ലാം അറ്റൻഡ് ചെയ്യുമല്ലോ. സെൻസറിങ് ഓഫീസിൽ ഞാൻ പടം തീരുന്നവരെ വെളിയിൽ നിൽക്കുക, ഇവരെ വായി വന്ന് ഇത് ഓക്കെ കിട്ടുന്നവരെ സമാധാനമില്ല. അങ്ങനെ ഇതും ഞാൻ കൂടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് അത് ഞാൻ ചെയ്തത്. ഈ
പൊൻമുട്ടയിടുന്ന തട്ട എന്നുള്ള പടം സെൻസർ ഒബ്ജക്ഷൻ ആദ്യമേ വന്നുകൊണ്ട് മാറ്റി പൊൻമുട്ടയിടുന്ന താറാവെന്നാക്കി. ഈ ഓട്ടോനകത്തെ ഇപ്പൊ ആളുകള് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയതിനു ശേഷം മോഹൻലാലിന്റെ ക്യാരക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് നിനക്ക് പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചപ്പോലെ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് ചോദിക്കുന്നത്. ഒറ്റ ഡയലോഗ് പോലും ഇല്ലാതെ ആ റിയാക്ഷൻ കൊണ്ട് മാത്രം നമ്മളെ കരയിപ്പിക്കുന്ന ഒരു ലാലേട്ടനെ അവിടെ കാണാം. സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അവിടെയും ഒരു ഡയലോഗും ഇല്ലാതെ പറയുന്ന ആള് പിന്നെ നേരെ കട്ടു ചോട്ടവും ബൈ എന്തുകൊണ്ടാണ് നീ നന്നാവാതെ പോയെന്ന് പറഞ്ഞപ്പോ ഒട്ടും സീരിയസ് അല്ലാതെയാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ കൂടെ ഞാൻ ദോശ വിട്ട് കിടന്നിട്ട് നന്നാവാൻ പറ്റുന്ന ലേഹ്യം വല്ലതും ഉണ്ടെത്താന്നാ പറയുന്നത്. അത് ഇമോഷണൽ ആയിട്ട് പറയുന്നത്. വേറൊരു ട്രാക്കാ അതിന് മൊത്തത്തിൽ. ഇത് ശരിക്കും ഒരു ആക്ടറുടെ ബ്രില്യൻസ് അല്ലേ? ആക്ടർക്ക് ബ്രില്യൻസ് ശൂന്യത ഉണ്ടാക്കാൻ പറ്റൂല. സിറ്റുവേഷൻ വേണം. ഒരു സിനിമ നന്നാവണമെങ്കിൽ കണ്ടന്റ് വേണമെന്നല്ലേ. ഉദാഹരണം, ഞാൻ അത് മോഷ്ടിച്ചത് ആഭിജാത്യ എന്നുള്ള സിനിമയാണ്. കാര്യം മധു സാറ് കല്യാണം കഴിച്ചിരിക്കുന്നത് ശാരദയാണ്. അപ്പം അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്ന നസീർ സാർ എന്താണ്. അപ്പം ഈ വലിയ വരുമാനമില്ലാത്തതാണ്. മധു സാറ് താഴെ ഇരുന്ന് ഇലയിട്ട് സദ്യ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ശാരദയുടെയും മറ്റേ അവരുടെയും അച്ഛൻ തിക്കുറിച്ചേട്ടനാണ്. അങ്ങനെ വരുമ്പം പയ്യെ എൻ്റെ വീട്ടുകാരിൽ ആരോ വരുമ്പം ഇരിക്കാൻ സ്ഥലമില്ല, ഉടനെ ഓപ്പൺ ഇല്ല, ഇങ്ങനെ ചോറ് വരകിയതാണ്. നീ അങ്ങോട്ട് എണീയിരിക്കും, ഇതിൻ്റെ ഇടയിൽ തന്നെ നിനക്ക് അത്യാവശ്യമുണ്ട്, നീ അവിടെ എണീക്കും. അപ്പോൾ ശാരദ നോക്കും. ശാരദയുടെ കണ്ണൊക്കെ അറിയുമ്പം മധു സാറ് ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചിട്ടാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ സീനാണ്. നമുക്കിത് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം, ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അതാണ് ആ സീക്വൻസ്. ബർത്ത്ഡേക്ക് അവിടെ കൊണ്ടുവരികയും പ്ലേസ് ചെയ്യുകയും സൂമാരി ചെയ്തിട്ട് നീ അങ്ങോട്ട് എണീക്കും, നിനക്ക് ഇപ്പം തോന്നുന്നു ഇത്ര ധൃതി. അതൊരു വേറൊരു ഹിറ്റ് പടത്തിൽ നിന്നുള്ള കണ്ടൻറ്റ് അടിച്ചു മാറ്റുകയാണ്. അവിടെ നമുക്ക് ആക്ടർക്ക് പെർഫോം ചെയ്യാൻ കൊടുക്കണം. പെർഫോം ചെയ്യാൻ ആക്ടറിന് സാധനം കൊടുക്കണം, ആക്ടർ അത് ചെയ്യും വേണം. അത് മോഹൻലാലിൻ്റെ തന്നെ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഏതെങ്കിലും ഇതല്ല ഈ പടം എങ്ങനെ പടം ചെയ്ത് എങ്ങനെ ചെയ്തെന്നില്ല. എനിക്കറിയില്ല. എനിക്ക് ആ സമയത്ത് തോന്നിയും ചെയ്തു. ഒരു ആക്ടറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ, സ്റ്റാർട്ട്, ക്യാമറ, കട്ട്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡ്യൂറേഷനിലുള്ള പുള്ളിയുടെ ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. മോഹൻലാൽ ലൈഫിലും ആൾ ഫേക്കല്ല. അയാൾ അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കത്തില്ല, എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് പറയും. പക്ഷേ ക്യാമറ വരുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ പെരുമാറിയാണ് ബിഹേവ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാളിന് വലിയ ഡയലോഗും സീനും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റും. ഉദാഹരണം സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത് കൊണ്ട്. ഉദാഹരണം ദേവാസുരം എന്നുള്ള പടത്തിൽ ഞാനുൾപ്പെടെ, ഞാൻ, ശ്രീരാമൻ, രാമു, അങ്ങനെ 3-4 പേരാണ് അദ്ദേഹത്തിൻ്റെ മംഗലശ്ശേരി നീരാൻ്റെ സുഹൃത്തുക്കൾ. പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഡയലോഗില്ല. മോഹൻലാലിൻ്റെ കൂടെ പുറ ജീപ്പിൻ്റെ ബാക്കിൽ ഇരിക്കുക, ഫൈറ്റ് കിടക്കാൻ പറ്റാം. പക്ഷേ അതൊക്കെ ആ മംഗലശ്ശേരി നീലൻ്റെ സപ്പോർട്ടാണ്. അവിടെ കയറിയിട്ട് എന്തോന്ന് ഇത് വന്നിട്ട് 15 ദിവസം ഒരു ഡയലോഗും ഇല്ല, ബാക്കി നടക്കുന്നത്. ആ നടക്കുന്നതും നിൽക്കുന്നത് അയാളുടെ ബാക്കി നിൽക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സംഭവം. ഇപ്പം അതുപോലെ തന്നെയാണ് തുടരുന്നുള്ള സിനിമയിലെ കുഞ്ഞച്ചൻ്റെ കഥാപാത്രവും പല സ്ഥലങ്ങളിൽ അയാൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്, അതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അയാൾ ലാസ്റ്റിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ ഒരു നിപ്പുണ്ട്, എല്ലാം തകർന്നു. അത് മതി. അവിടെ കയറിയിട്ട് ഘോര ഡയലോഗൊന്നും പറയണമെന്നില്ല. ചെറിയ തുടരണതി മരണ വാർത്ത അറിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. അയ്യോ, അതായത് പറഞ്ഞ് ആ വാർത്ത പറയുന്ന ആളൊരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും ഭയമുള്ള ഒരാളാണ്. അയാളോടുള്ള ഭയവും കാണിക്കണം. എന്നാൽ ഇത് ഇപ്പുറത്ത് പോയി പറയും, ഇത് രണ്ടിന്റെ ഇടയിൽ പോയി പെട്ടു എന്ന് പറയുന്ന ഇപ്പുറത്തേക്ക് നടന്ന ദുരന്തമാണ്, അപ്പുറത്തുനിന്ന് ഒരു വാർത്ത അറിയാണ്. വളരെ രസമായിട്ട് ഇതുവരെ രാജേട്ടൻ്റെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞേ, ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം 10-16 വർഷം കഥകളി പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമില്ല, എന്നാൽ പിന്നെ കലാമണ്ഡലം അവരൊക്കെ വലിയ ഡയറക്ടർ. അതല്ല, പുള്ളി ആക്ടിങ് സ്കൂളൊക്കെ ആക്ടിങ് ക്ലാസ്സൊക്കെ നടന്നതാണ്. പക്ഷേ അഭിനയം പറഞ്ഞു തരും. അതിപ്പോൾ മോഹൻലാലായാലും ഞാനായാലും ആരായാലും പുള്ളി അടുത്തൊന്ന് പറയും. ഇൻസ്പെക്ടർ ആയാലും പറയും, ഹലോ മോളെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ആദ്യം എടുക്കുന്ന സീന്. അപ്പം എന്ത് ചെയ്യും മോളെ എന്നൊക്കെ. അതൊക്കെ സ്വീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ എന്നൊരാൾ. ഞാൻ പറയാം, നമ്മുടെ ധൈര്യം, ഒരു ആക്ടറിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഘോഷം അടിക്കും, ഓക്കെ കലക്കി എന്ന് പറഞ്ഞാൽ അത് തീർന്നു. അതല്ല, അയാൾ പറയണം കുറച്ചുകൂടെ ഒന്ന് ഞാൻ ഏതോ ഒരു സിനിമയിൽ ജയരാജൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഒരു സീൻ അഭിനയിച്ചു. ഞാൻ പുള്ളി അപ്പോൾ അത് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെറിയൊരു കള്ളത്തനുണ്ട് രാജേട്ടൻ ചെയ്തത്, അത് ഇവിടുന്ന് വരണം, പെയിനോട് ഇവിടുന്ന് നൊന്ത് നീറി വെളിയെ വരണം, റിഹേഴ്സൽ എടുക്കാം, നമ്മൾ എടുക്കാനാണ്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ പുള്ളി കണ്ണൊക്കെ നിറയെ വന്ന് കെട്ടിപ്പിടിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ടർ ഒരു ആക്ടറിൻ്റെ നിന്ന് അയാളുടെ ടാലൻസ് വലിച്ചെടുക്കണം, സിമ്പിൾ. അത് ഡയറക്ടേഴ്സ്, ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞു. ലേലത്തിൽ സുരേഷ് ഗോപി വന്ന് കെട്ടിപ്പിടിക്കുന്ന സീൻ, രണ്ടുപേരുടെയും ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത്
സിദ്ദിഖിനെയും ചേട്ടനെയും സുരേഷേട്ടൻ വന്നതിന് കെട്ടിപ്പിടിക്കുക. അത് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗം, ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്ന ഒരു രംഗമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ജോഷി സാർ തന്ന ഫീഡ് എന്താ? സീൻ നന്നായില്ലെന്നറിയാം. ഞാൻ സുരേഷ് ഗോപി ഇവരെല്ലാം സീൻ നന്നായെന്ന് അറിയാനായിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ക്യാമറയുടെ സൈഡിൽ ജോഷി സാറിന് നോക്കും. ഇത് നന്നായടാ, ഈ കളിക്ക് നന്നായി. അപ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തി. എന്തറിയാം, പുള്ളിയുടെ പറയുന്ന ഡയറക്ടറുടെ കണ്ണെന്ന് അറിയുന്നത്. പുള്ളി അത്ര ഇൻവോൾവ് ആണ്. ജോഷി സാറിൻ്റെ കണ്ണ് പറഞ്ഞ് ജോഷി സാർ കണ്ണ് നന്നായടാ, ഞാൻ നന്നായി ചെയ്തില്ല. ഏതെങ്കിലും ഒരു സീനിയർ ആക്ടർ മോശമായിട്ട് ചെയ്താൽ ഞാൻ പബ്ലിക്ക് നിൽക്കുന്നൊന്നും നോക്കത്തില്ല. കുളമാക്കിയല്ലടാ അത്, അവൻ നന്നായിട്ട് ഡയലോഗ് പറഞ്ഞ് നീ സൈഡിൽ നിന്ന് ഇല്ലാതാക്കിയാലേ നമുക്കൊന്നുകൂടെ എടുക്കാം. ജോഷി സാർ അങ്ങനെ പറയും, പറഞ്ഞെടുത്ത് ജോലി വാങ്ങിക്കും. അപ്പം നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഞാൻ എന്ത് പറയുമ്പോഴും ഓക്കെ വയ്ക്കുന്നതല്ല. എൻ്റെ അടുത്ത് എന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് വഴിയിൽ എന്നെ ഐഡിയ തന്ന് കൊണ്ടുപോകണം. ഞാൻ സെറ്റിൽ ആദ്യമായിട്ട് തുടരേണ്ടി ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാം. അന്ന് എനിക്ക് നൈറ്റ് ഷൂട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ രാവിലെ പോയി ഇന്നത്തെ സ്ക്രിപ്റ്റ് കൊണ്ടൊന്ന് ഇതിലിരുന്ന് വായിച്ച്, ക്യാരവനിലിരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നു ഉഗ്ര സ്ക്രിപ്റ്റ്. ഇതൊരു സംഭവമായിരിക്കും, എല്ലാ പടം കണ്ടിട്ട് സൂചിപ്പിക്കുകയാണ്, ഇത് സൂപ്പർ ഡൂപ്പർ സ്ക്രിപ്റ്റാണ്. വൈകുന്നേരം ആകുമ്പോൾ റെഡി ആകാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നരയൊക്കെ ഇട്ട് താടി വളർത്താൻ പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് 15 ദിവസം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടിയേക്കാൻ തുടങ്ങിയത്. താടി വേണം. അങ്ങനെ ഞാൻ താടി വളർത്തി ഡൈ ചെയ്യേണ്ടെന്നും പറയുന്നത്. കുറച്ച് നരയെല്ലാം ഉണ്ട്. ഞാൻ സെറ്റിൽ ചെന്നപ്പോൾ ഡയറക്റ്റ് അടുത്ത് വന്നിട്ട് മോഹം മ്ലാനമാണ്, കുഞ്ഞച്ഛനായില്ല, പട്ടണക്ഷിതമൊക്കെ ശരിയായിട്ടില്ല. ഞാൻ ഒരു ചാൻസ് കൂടെ ഞാൻ നോക്കട്ടെ. അതിനകത്ത് ഞാൻ വണ്ടി ഇതിൻ്റെ പട്ടണക്ഷീന് പറഞ്ഞു, നിങ്ങളത് മിഷീനില്ലേ പൊടിക്കറ പഠിക്കാൻ പറഞ്ഞു. അയാൾ ഭയങ്കര സന്തോഷം, ഒരാളെ കൈ കിട്ടുന്നത് പട്ടണക്ഷത്ത് ഇങ്ങനെ ഈ ചെയ്തുകൊണ്ട് എല്ലാം മേടിച്ച് ഞാൻ കിടക്കുമ്പോൾ താഴെ നരയുണ്ടായിരുന്നു. ഫുൾ വൈറ്റൊക്കെ അടിച്ച് ഇതൊക്കെ ഇട്ട് ഒരു ടീഷർട്ടും കൊണ്ടു കൊടുത്ത് ഞാൻ നേരെ സെറ്റിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഒരു ഇത്രയും അടുത്ത് എത്തുമ്പോഴത്തേക്കും ഡയറക്ടർ മാത്രമല്ല ക്യാമറ ഉൾപ്പെടെ ഫുൾ യൂണിറ്റ് ക്ലാപ്സാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞച്ച, ഇതാണ് വേണ്ടതെന്ന് പറയും. പിന്നെ ആക്ട് ചെയ്യുമ്പോഴും നല്ല പ്രൊമോഷൻ. നമ്മുടെ സീൻ നന്നായ ഭയങ്കരമായിട്ട് കൈയടിക്കും, എല്ലാവരും ചേർന്ന് കൈയടിക്കും. അങ്ങനെ ഒരു നല്ല രസമായിട്ട് നമ്മൾ ഒരു രസം വേണം. ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഹെഡ് മാസ്റ്ററോ ഇല്ല ഒരാളൊന്നും വരട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ സന്തോഷമായിട്ട് എടുത്ത് പോകുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട്. അങ്ങനെ നന്നായി വരും. ഇപ്പോൾ ചോട്ടാ മുംബൈ എന്നുള്ള സിനിമ പിന്നെയും റീ റിലീസിന് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓൾറെഡി ഇരിക്കുന്ന ഒരു പടം, ആ പടത്തിനെ നമ്മുടെ പടത്തിലേക്ക് പുതിയൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് സാമ്പത്തിക ചെലവിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ടെക്നിക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ ഉണ്ട്. ഉദാഹരണം, ഞാൻ ഇത്രയും പടം എടുത്തിട്ടുണ്ട്, വെള്ളാനാട് ഓട്ടോ 14 പടം എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു പടം വേറെ റിലീസ് ആണെന്ന് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പടം റീ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അന്ന് ഞാനും കൂടെ വർക്ക് ചെയ്ത പടത്തിനകത്ത് ഇത്രയും ടെക്നിക്കൽ സപ്പോർട്ട് കയറിയാണ്. ഒന്നത് അന്ന് ഡോൾബി ഇല്ല, ഇപ്പോൾ ഡോൾബി വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ അന്ന് DA ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കളറൊക്കെ തന്നെ ചെറുതായിട്ടുള്ള ലാബിലെ ഗ്രേഡിംഗ് ഒക്കെ ആണെന്നുള്ളൂ. ഇപ്പം ഇതെല്ലാം ഉപരി അന്നത്തെ 2007 മദ്രാസ് പ്രസാദ് ലാബിൽ എല്ലാം നെഗറ്റീവ് ഡാമേജ് ആയിപ്പോയി. ഈശ്വരാദിനം വരെ ചോട്ടാ മുംബൈയുടെ നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു. സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ നേരത്തെ ഹാർഡ് ഡിസ്കിൽ എടുത്ത് വെച്ചിരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ചില റീ റിലീസിങ് പടങ്ങൾക്ക് ചിലടത്ത് പിക്ചർ ചെറുതാവും. പിന്നെ 35 എന്നുള്ളത് ഒന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് അന്നേ സിനിമാസ്കോപ്പാണ്. അപ്പം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാരുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ വന്നാലും തിയേറ്റർ, പിന്നെ ഇത് അങ്ങനെ OTT ഈ പടം തിയേറ്റർ വന്നിട്ടില്ല. അപ്പോൾ ഇത് തിയേറ്റർ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെ കണ്ടതാണ്. പക്ഷെ പലരും ഇതിനകത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അന്ന് കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇപ്പോഴാണ് മുതിർന്നത് സ്വന്തമായിട്ട്. മറ്റേ വീട്ടുകാർ കാണിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ UA ഇല്ലേ സർട്ടിഫിക്കറ്റ്, അപ്പം ചിലർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കും. അതിനകത്ത് അങ്ങനെ ഒരു ഓക്കേർഡ് സീൻസ് ഒന്നും ഇല്ല. എന്നാലും ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ തല തിരിഞ്ഞല്ല അത് ആ ഐഡിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നോ? ഏതാണ് ഈ തല എന്നുള്ളത് മാറ്റിയിട്ട് ലതാന്നാക്കി കഴിഞ്ഞാൽ തലയുടെ ഓപ്പോസിറ്റ് വാക്കുകൾ അക്ഷരങ്ങൾ അങ്ങോട്ട് തിരിച്ചാൽ മതി, അത് ലതയാണ്. ആ ഐഡിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഐഡിയ അത് പാട്ടിലൊക്കെയും കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് നമ്മൾ പറയുമല്ലോ, റൈറ്ററിൻ്റെ അടുത്ത് ലിറിക്സിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തല എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മോഹൻലാലിനെ. ഈ പെണ്ണിൻ്റെ പേര് ലതാ, തിരിച്ചിട്ടാലും വരും, അത് പറയണമല്ലോ. ഈ പടത്തിലെ എല്ലാ പാട്ടുകളും അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എല്ലാം സൂപ്പർ ഹിറ്റാണ് എല്ലാം. ഇപ്പം അതിന് ശേഷം വന്ന കേരളത്തിലെ ന്യൂ ഇയർ പാർട്ടികൾക്കെല്ലാം ഡിസംബർ 31 വാസ്കോ ഡ ഗാമ രാമ പാടിയിരിക്കും. അന്നത്തെ കാലത്ത് ഇതൊക്കെ കുറവുണ്ടെങ്കിലും 1 കോടിയിൽ പരം ആൾക്കാർ കണ്ട പാട്ടാണ് വാസ്കോ ഡ ഗാമ. ഭയങ്കര സംഭവം. ഇപ്പോഴും ആ പാട്ടിട്ടാലും
അതുപോലെ തന്നെ ഈ തലയ്ക്കൊരു തീം സോങ് ഉണ്ടല്ലോ, ആ ട്രെൻഡ് കൊണ്ടുവന്നത് ഏകദേശം ഞങ്ങൾ ആ ചോട്ടാ മുംബൈ. പടത്തിലൂടെ കൊണ്ടുവന്ന പുതുമുഖങ്ങളിലൊന്നാണ് ഞാൻ കൊണ്ടുവന്ന പുതുമുഖം രാഹുൽ രാജ്, മ്യൂസിക് ഡയറക്ടർ. അയാൾ അതോടെ വലിയ ആളായി. എസ്റ്റാബ്ലിഷ്ഡ് ആയി. പിന്നെ കോളിൻസ്, അതിൻ്റെ പോസ്റ്റർ ഒന്ന് ബ്യൂട്ടിഫുൾ പോസ്റ്റേഴ്സാണ്, അതെല്ലാം ചെയ്ത കോളിൻസാണ്. പിന്നെ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള എന്താ പറയുക പോസ്റ്റർ ഡിസൈനർ വന്നിട്ട് കോളിൻസാണ്. ഇപ്പോഴും ആ പടം വന്നപ്പോഴും പോസ്റ്റേഴ്സ് ചെയ്യുന്ന കോളിൻസ് തന്നെയാണ്. ഈ ലാലട്ടി ചെവിയിൽ ഇവിടെ ഒരു ഇയറിംഗ് പോലെ പ്ലേസ് അതൊക്കെ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് പടങ്ങൾ വരുന്ന വരുന്നുണ്ട്. അതൊക്കെ അൻവർ റഷീദിൻ്റെ ഐഡിയ ആണ് സംഭവം. ഓ ഓ ഓ. ആദ്യം ഈ ഷർട്ട് ബോംബെ നിന്നാണ് തച്ചു വന്നത്. വന്നപ്പോഴത്തേക്ക് അൻവർ റഷീദ് ഹാപ്പി അല്ല. അപ്പോൾ വൈകുന്നേരം ഫസ്റ്റ് ഡേ ഷൂട്ടിങ് വൈകുന്നേരം നേരത്തെ നിർത്തി, നമുക്ക് നാളെ തുടങ്ങാം. എന്നിട്ട് അവിടെ ഈ പഴയ മറ്റേ ഈ വില കുറഞ്ഞ ഡ്രസ്സുകൾ വിൽക്കുന്ന സെക്ഷനിൽ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സുകളാണ്. ആ ഡ്രസ്സാണോ ലാലേട്ടനുള്ളത്? ഇങ്ങനെ പെൻഡാമേനകയെന്ന് വാങ്ങിച്ച പഴയ ഈ വില കുറഞ്ഞ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് അന്നത്തെ കാലത്ത് 100 രൂപ 150 രൂപയുടെ ഷർട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ മോഹൻലാലിനെ കൊണ്ട് കാണിച്ച് മോഹൻലാൽ പിന്നെ കീറി ചെയ്തിട്ടാലും ജലി പറഞ്ഞിട്ടാലും എല്ലാം റെഡിയാണല്ലോ. ഇത് മതി എന്നാണ്. അങ്ങനെയുള്ള വേഷങ്ങളാണ് ഇതിനകത്ത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വില കുറഞ്ഞ കോട്ടൺ തുണിയാണ്, വില കുറഞ്ഞ റെഡിമെയ്ഡൊക്കെ സാധനങ്ങളില്ലേ, 100 രൂപ 150 രൂപ ഇപ്പോഴും ഇവിടെ വഴിയിലേക്ക് ഇട്ട് വയ്ക്കുന്നില്ല. അതാണ് പുള്ളി ഉപയോഗിച്ചത്. തലയ്ക്കത് മേടിക്കാനുള്ള കഴിവല്ലേ ഉള്ളൂ ക്യാരക്ടറിനത്. ഞാനിപ്പോൾ ജനുവരി ഓർമ്മ എന്നുള്ള പടത്തിൽ നേരത്ത് ഭയങ്കര ഫ്രഷ് ഡ്രസ്സാണ് മോഹൻലാൽ. മോഹൻലാൽ പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു ഗൈഡായിട്ട് നടക്കുന്ന ആൾ ഇങ്ങനെ ഡ്രസ്സുകൾ ഇടില്ല. മോഹൻലാലും കൂടെ പോയി മറ്റേ ഈ കൊടൈക്കനാലിൽ റോഡിലിട്ട് വിൽക്കുമല്ലോ സ്വെറ്റർ മറ്റേ സാധനങ്ങൾ, അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ആ ഗൈഡായിട്ട് എടുക്കുന്ന ഡ്രസ്സ് മുഴുവൻ. ഈ ചട്ടിക്കുളങ്ങര പാട്ട് സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ റൈറ്റ്സ് വാങ്ങിക്കണം, അതൊരു കാര്യമുണ്ട്. രണ്ടാമതൊരു ജയനെ പോലെയാണ് നമുക്ക് തോന്നുന്നത്, അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കാണുമ്പോൾ. ലെജൻഡ് ഡയറക്ടർ അദ്ദേഹത്തെ ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ മൊത്തത്തിൽ വേറെ തന്നെ ഒരു രീതിയിലാണല്ലോ ഇൻട്രൊഡക്ഷൻ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പാട്ടിൻ്റെ റൈറ്റ്സ് വാങ്ങണം. അപ്പം പാട്ടിൻ്റെ റൈറ്റ്സ് വന്നിട്ട് നമ്മൾ ശ്രീഭാരതം ബിസാർ എഴുതിയ പാട്ടാണ്, അർജുന മാഷാണ് മ്യൂസിക്. പക്ഷെ അവർക്ക് അതിന് റൈറ്റ്സ് ഇല്ല. അത് ബോംബെയിലുള്ള ചെമ്മീൽ അവരുടെ ആണ് ആ പാട്ട് എഴുതിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പാട്ടിന് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കാര്യം ഇത് റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ അന്ന് അങ്ങനെ ഉണ്ട്. വാങ്ങിച്ച ടീമിനാണ് എൻ്റെ ആവശ്യം. അവരുടെ നമ്മൾ ചെന്ന് ചോദിച്ചു. അവർ ആദ്യം 4 ലക്ഷം രൂപ പറഞ്ഞു. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ആ പാട്ടിൻ്റെ അത്രയും വരികൾക്ക് ഞാൻ കൊടുത്തത് 2.25 ലക്ഷം രൂപയാണ്. അന്ന് നസീർ സാറിനെ വെച്ച് എടുത്തപ്പോൾ ആ പടത്തിന് ഫുൾ ചിലവായത് 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അവർ 2.25 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നിട്ടാണ് ആ പാട്ടെടുത്തത്. അപ്പോൾ അതിനകത്ത് ശ്രീമാൻ തമ്പി സാറിന് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്കല്ല എൻ്റെ റൈറ്റ്സ്, അതാണ് അങ്ങനെ. അപ്പോൾ തമ്പി സാറിന് മനസ്സിലായ കാര്യങ്ങളത്. പിന്നെ ജയൻ്റെ പറഞ്ഞുള്ള ഡിസൈൻ എന്നുള്ള ജയൻ്റെ പേരേ റെഫറൻസ് ഇല്ല. അത് അന്ന് ആ ഡിസൈൻ ചെയ്ത കുട്ടിയെടുത്ത് പറഞ്ഞു നമുക്കൊരു തെലുങ്കിലൊക്കെ വരുന്നില്ല അത്, ആ ഒരു സ്റ്റൈൽ. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് തെലുങ്കിൽ പരിചയമുള്ള ഒരു കോസ്റ്റ്യൂമറും കൂടെ ഉണ്ട്, അങ്ങനെ ഹെൽപ്പോടുകൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ കുട്ടി ആന്ധ്രയിൽ പോയി അവിടുന്ന് ഒരു സ്പെഷ്യൽ കണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ആ ഡ്രസ്സ് വന്നത്. ജയനല്ല. അന്ന് ബെൽ ബോട്ടം വേറെ സ്റ്റൈലുണ്ട്, ജയനേ അല്ല. മോഹൻലാലിന് വേറൊരു അപ്പിയറൻസിൽ ഇറക്കണം എന്നുള്ളതാണ് മാത്രമാണ് ആഗ്രഹം. അല്ല ജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റേ കളർ ചുവപ്പിന് വെള്ള കളർ അതല്ല, അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഈ അങ്ങനെ വിഗൊക്കെ വേറെ ടൈപ്പ് മുടി, വേറെ കളർ മുടി, മൊത്തത്തിൽ വേറെ ഒരു സെറ്റപ്പ്. ഈ ലാൽ സാർ ആ കോസ്റ്റ്യൂമിൽ വന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരാൾ ചേട്ടനായിരിക്കില്ലേ? അല്ല, എൻ്റെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വാസ്കോ ഗാമ എന്നുള്ള പാട്ട് 4 ദിവസം എടുത്തു, 3 ദിവസം എടുത്തു. 3 നൈറ്റാണ്, വൈകുന്നേരം 6 മണി തൊട്ട് പിന്നെ 5:30 മണി വരെ. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആക്ഷൻ സീക്വൻസ് എടുക്കുന്നത്. അതിന് 8 ദിവസം എടുത്തു. ഡെയിലി 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വെച്ചാണ് അപ്പാനെയൊക്കെ എത്തിക്കുന്നത്. അതും വെളുപ്പിന് 6 മണിയാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മളൊരു തമിഴിലെ ഏറ്റവും വലിയൊരു പേര് ഞാൻ പറഞ്ഞത് ഡാൻസ് മാസ്റ്ററാണ് വരുന്നത്. അപ്പം പുള്ളിയുടെ ഡേറ്റുകൾ നമ്മൾ പറഞ്ഞ് മാറി ക്ലൈമാക്സിന്. അപ്പം പുള്ളി രാവിലെ എത്തും, അല്ല രാത്രി എത്തിയിട്ടുണ്ട് പുള്ളിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പോകണം എന്ന് പറയുന്നത്. അങ്ങനെ 12 മണിയൊക്കെ പാട്ട് തീരാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടേക്കട്ടെ എന്തെങ്കിലും പൈസ കൊടുത്ത്. അല്ലല്ല, അത് വേണ്ട, അദ്ദേഹം ഒരു വലിയ ആളല്ലേ, നമുക്ക് എടുക്കാം. നമ്മളിവിടെ ഫൈറ്റ് തീരുമ്പോൾ തന്നെ വെളുപ്പിന് 5:30-6 മണിയാവില്ലേ. ഞാനൊരു 8 മണിക്ക് വന്നാൽ പോരെ. പുള്ളി 6 മണിക്ക് നേരം വെളുത്തിട്ട് സെറ്റിൽ നിന്ന് പോകുന്നത്. പോയി നമ്മൾ 8:30 നോക്കുമ്പോൾ 8 മണിക്ക് പുള്ളി ഈ ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചിട്ട് കാരവനിൽ നിന്ന് ഇറങ്ങി വരാണ് സംഭവം. അങ്ങനെ ആ പാട്ടെടുത്ത് കറക്റ്റ് 12 മണിയായപ്പം മറ്റേ മാസ്റ്റർ പോയി. 2:30-3 മണിക്ക് എന്താണ് ഫ്ലൈറ്റ്. ആ ലിമിറ്റഡ് സമയത്തിന് ഈ 9 ദിവസമായിട്ട് ഉറങ്ങാത്ത ആളാണ് ആ ഫുൾ എനർജിയിൽ കളിച്ചിരിക്കുന്നത്. സാർ ഇങ്ങനെ മുമ്പ് ഈ അധിപനിൽ ലാലേട്ടൻ വായൽ വെള്ളം ഗാർഗിൾ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്ത കാര്യം സാറിനല്ലേ റിവീൽ ചെയ്യുന്നത്? അതെ. ഈ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ പറ്റിയിട്ട് അങ്ങനെ വോക്കലാവുന്ന ഒരാളെ അല്ലല്ലോ ഒരിക്കലും. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കത്തില്ല.
നമ്മളാണെങ്കിൽ ഇപ്പോൾ തുടരുന്ന എത്രയോ രാത്രികൾ 3, 4 ലോറിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്ക് വയ്യ, ചുമയുണ്ട്, പനിയുണ്ട്. പക്ഷേ ഒരു പ്രൊഡ്യൂസറിന് ഇത് കാരണം എത്ര രൂപ നഷ്ടം വരും? ഇത്രയും പേര് വെയിറ്റ് ചെയ്യണം, ബാറ്റ് കൊടുക്കണം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വർക്കാണ് ദൈവം. പുള്ളി അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. ഈ വിനായകൻ വന്നിട്ട് ചോട്ടമുമ്പിൽ ഫസ്റ്റ് വന്നിട്ട് കൊല്ലുന്ന ആള് മാർട്ടിൻ പ്രക്കാട്ടാ. അതെ, ഇന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടർ. അതെങ്ങനെയാ ക്യാമിയോ വന്നത്? അൻവർ റഷീദിൻ്റെ ഫ്രണ്ടാണ്. അങ്ങേരെ അന്ന് കൊന്നുകൊണ്ട് പിന്നെ അങ്ങേരെ എടുത്ത ഒരു പടത്തിൽ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചു വരുത്തി കൊന്ന ആളാണ്. എന്നിട്ട് മാർട്ടിൻ പ്രക്കാട്ട് പുള്ളി ഡയറക്ട് ചെയ്ത പടങ്ങളിലൊന്നും എന്നെ വിളിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഇത്രയും വർഷമായി. ഞാൻ അന്ന് കൊന്നതൊരു തെറ്റായിപ്പോയി.